ഈ റിച്ച് മൈൻഡ് സെറ്റും മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റും തമ്മിലുള്ള വലിയ വ്യത്യാസങ്ങൾ 2 കാര്യങ്ങൾ ഞാൻ പറയാം. റിച്ച് മൈൻഡ് സെറ്റുള്ള ആളുകൾ എല്ലാവരും ആക്ച്വലി മണി വിൽ വർക്ക് ഫോർ മീ അല്ലെങ്കിൽ മണി ഷുഡ് വർക്ക് ഫോർ മീ എന്നുള്ള ആശയത്തിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതായത് പൈസയാണ് വർക്ക് ചെയ്യേണ്ടത്, അല്ലാണ്ട് പൈസയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യലല്ല. മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റി ഉള്ളിടത്തോളം കാലം നമ്മൾ പൈസയുടെ പിന്നാലെ ഓടി തളരും എന്നുള്ളതാണ്. പൈസ എടുത്ത് അതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ ആരംഭിക്കുമ്പോഴാണ് ആക്ച്വലി നമ്മൾ റിച്ച് ആവുന്നത് എന്നുള്ളതാണ് സത്യം. മറ്റൊരു സംഭവം, ഇത് വർക്ക് ചെയ്യാനായിട്ട് ഈ പൈസ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ആക്ച്വലി എന്താ വേണ്ടത്? അത് ഇൻവെസ്റ്റ്മെൻറ്റാണ്. നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ കണ്ടെത്തുക, നല്ല ബിസിനസ്സുകൾ തുടങ്ങുക, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഫണ്ട് വളരുന്ന കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റി ഉള്ള ആളുകളെല്ലാം അസറ്റ് വാങ്ങിക്കൂട്ടാൻ നോക്കും. അസറ്റ് അല്ല ആക്ച്വലി അവർ വാങ്ങിക്കൂട്ടുന്നതെന്ന് അറിയുന്നില്ല. ലയബിലിറ്റീസ് പലപ്പോഴും വലിയ വീട് വാങ്ങുന്നു, ലോൺ അടച്ചുകൊണ്ടേയിരിക്കുന്നു, വലിയ കാർ മേടിക്കുന്നു, ലോൺ അടച്ചുകൊണ്ടേയിരിക്കുന്നു, ജീവിതകാലം മുഴുവൻ ലയബിലിറ്റി. ഫണ്ടിനെ വളർത്താൻ ഉതകുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് പോകുക എന്നുള്ളതാണ് ശരിക്കും റിച്ച് മെൻറ്റാലിറ്റി. അപ്പോൾ ഈ രീതിയിൽ വർക്ക് ചെയ്താലേ റിച്ച് ആവൂ, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം.